വെൽക്കം ടു ഡ്രീം ഷോർ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് HSST കോമേഴ്സിൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് ആയിരുന്നു. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ഭാഗമാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് താമസിക്കുന്നില്ല, ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാനേജ്മെൻറ്റ് ഓറിയൻറ്റേഷൻ ഓഫ് ഓവർസീസ് ബിസിനസ്. മാനേജ്മെൻറ്റ് ഓറിയൻറ്റേഷൻ ആർ ഡിഫറെൻറ്റ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ദാറ്റ് ഫോക്കസ് ഓൺ വേരിയസ് ടെക്നിക്സ് ടു ക്രിയേറ്റ്, പ്രൊഡ്യൂസ് ആൻഡ് മാർക്കറ്റ് പ്രൊഡക്ട്സ് ടു കസ്റ്റമേഴ്സിന് നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതെല്ലാം ഓറിയൻറ്റേഷനാണ് വരുന്നത് ഇൻ ഓവർസീസ് ബിസിനസ്. First one is ethnocentric orientation. Ethno is a Greek word which means people, nation, class, caste, tribe. A number of people accustomed to live together. Centric individuals tend to view their group as superior to others. A person who assumes his home country is superior compared to the rest of the world is said to have an ethnocentric orientation. അതായത് എത്തനോസെൻട്രിക് ഓറിയൻറ്റേഷൻ എന്ന് പറയുമ്പം അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഹോം കൺട്രിക്കാണ്. എ പേഴ്സൺ ഹു അസ്യൂംസ് ഹിസ് ഹോം കൺട്രി ഈസ് സുപ്പീരിയർ കമ്പയർഡ് ടു റെസ്റ്റ് ഓഫ് ദ വേൾഡ് എന്നാണ് പറയുന്നത്. Company personnel with an ethnocentric orientation see only similarities in market and assumes that the products and practices that succeed in home country will be successful anywhere. ഹോം കൺട്രിയിൽ സക്സസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വേറെ എവിടെയും സക്സസ്ഫുൾ ആവും എന്നുള്ളൊരു എസംഷനാണ് എത്തനോസെൻട്രിക് ഓറിയൻറ്റേഷനിൽ വരുന്നത്. In ethnocentric orientation, the company uses the same products and marketing strategy in each country as it does its home country. ഹോം കൺട്രിയിൽ യൂസ് ചെയ്യുന്ന അതേ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് മറ്റ് കൺട്രീസിലും യൂസ് ചെയ്യുന്നത്. It operates under the assumption that tried and tested headquarters knowledge can be applied in other parts of the world. Ethnocentric orientation at some countries means that opportunities outside the home country will be ignored. Ethnocentric orientation is sometimes associated with national arrogance. അപ്പോൾ എത്നോസെൻട്രിക് ഓറിയൻറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഹോം കൺട്രിക്കാണ്. ഹോം കൺട്രിയിൽ മാർക്കറ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് എവിടെ വേണമെങ്കിലും മാർക്കറ്റ് ചെയ്യാം. ഹോം കൺട്രിയിൽ നമുക്ക് യൂസ് ചെയ്തിട്ടുള്ള ടെക്നോളജി നമുക്ക് എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അങ്ങനെയുള്ള ഒരു ഓറിയൻറ്റേഷനാണ് എത്നോസെൻട്രിക് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പോളിസെൻട്രിക് ഓറിയൻറ്റേഷൻ. പോളിസെൻട്രിക് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്ന സമയത്ത് ബിസിനസ് വിത്ത് എ polycentric orientation believe that every country is unique and needs a different approach to match cultural and social norms. അതായത് ഓരോ കൺട്രിയും യുണീക്കാണ്, അവർക്ക് അവരുടേതായ കൾച്ചറൽ സോഷ്യൽ നോംസ് ഉണ്ട്. സോ ദ കമ്പനി അപ്ലൈസ് എ കൺട്രി സ്പെസിഫിക് ബിസിനസ് ആൻഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഫോർ സക്സസ്ഫുൾ ഡെവലപ്പിംഗ് ആൻഡ് ബിൽഡിംഗ് ഇറ്റ്സ് പ്രസൻസ് ഇൻ ഈച്ച് കൺട്രി. ലാർജ് പോളിസെൻട്രിക് കമ്പനീസ് ആർ ഓഫൺ റെഫേർഡ് ടു ആസ് മൾട്ടിനാഷണൽ കമ്പനീസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. കൺട്രീസ് എറൗണ്ട് ദ വേൾഡ് കൾച്ചറലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകൾ, അവിടെയൊക്കെ നമുക്ക് പോളിസെൻട്രിക് ഓറിയൻറ്റേഷൻ അപ്ലൈ ചെയ്യാം അല്ലേ. രണ്ടിൽ കൂടുതൽ കമ്പനീസിൽ ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. Then difference between ethnocentric and polycentric orientation. The company does not differentiate between domestic and foreign market and applies same techniques of foreign market which can apply in domestic marketing under ethnocentric orientation. Polycentric orientation means each overseas market is different from other. Foreign operations are secondary to domestic operation under ethnocentric, but foreign operations are equally with local conditions under polycentric. International marketing activities are controlled from the home country under ethnocentric. Polycentric subsidiaries are established in market. Subsidiaries are given free hand in framing the implementing policy. Then ethnocentric orientation, it is appropriate when overseas sales volume is significant compared to total sales of the firm. But in polycentric, it is suitable when the firm is committed to international marketing. Ethnocentric
believes that what works at home will work at everywhere. But polycentric consider that every country is different. These are the difference between ethnocentric and polycentric orientation. Then next is regiocentric orientation ആണ്. Regiocentric orientation എന്ന് പറയുമ്പം it is an approach adopted by a firm where it adopts a marketing strategy across a group of countries which have been grouped on the basis of the marketing characteristics. അതായത് ഗ്രൂപ്പ് ഓഫ് കൺട്രീസിൽ അപ്ലൈ ചെയ്യുന്നതാണ്. ജിയോസെൻട്രിക് ഓറിയൻറ്റേഷൻ എന്ന് പറയുമ്പം ജിയോസെൻട്രിക് ഓറിയൻറ്റേഷൻ ഓർ വേൾഡ് ഓറിയൻറ്റേഷൻ ഈസ് എ സിന്തസിസ് ഓഫ് ദ എത്നോസെൻട്രിക് ഓറിയൻറ്റേഷൻ ആൻഡ് പോളിസെൻട്രിക് ഓറിയൻറ്റേഷൻ രണ്ടും കൂടി ചേർന്നതാണ്. അതായത് എത്നോസെൻട്രിക് ഓറിയൻറ്റേഷനും പോളിസെൻട്രിക് ഓറിയൻറ്റേഷനും കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് ജിയോസെൻട്രിക് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. എ കമ്പനി വിത്ത് എ ജിയോസെൻട്രിക് ഓറിയൻറ്റേഷൻ വ്യൂസ് ദ എൻറ്റയർ വേൾഡ് ആസ് എ പൊട്ടൻഷ്യൽ മാർക്കറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓറിയൻറ്റേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. മാനേജ്മെൻറ്റ് ഓറിയൻറ്റേഷൻ ഓഫ് ഓവർസീസ് ബിസിനസ്സിൽ ഏതൊക്കെ നമ്മൾ പഠിച്ചു? എത്നോസെൻട്രിക് ഓറിയൻറ്റേഷൻ, പോളിസെൻട്രിക് ഓറിയൻറ്റേഷൻ, റീജിയോസെൻട്രിക് ഓറിയൻറ്റേഷൻ ആൻഡ് ജിയോസെൻട്രിക് ഓറിയൻറ്റേഷൻ. അപ്പോൾ ഇത്ര കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്